ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പേളും ഹാഫ് കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഫെൽറ്റ് ഷീറ്റാണ്. ഇത് നമുക്ക് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിലും ഏതായാലും മതി, നമുക്ക് നമ്മുടെ വാക്സ് ഷീറ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ട് ബീഡ്സ് കൊടുത്തിട്ട് സെൻറ്ററിൽ ഞാൻ ജസ്റ്റ് ഒരു ഡയമണ്ട് സ്റ്റോൺ ആണ് കൊടുക്കുന്നത്. ഇനി ഈ സെൻറ്ററിൽ നിങ്ങൾക്ക് ഡയമണ്ട് സ്റ്റോണിന് പകരം പേൾ വേണമെങ്കിൽ കൊടുക്കാം, ഗോൾഡൻ കളർ ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താണ് ഒരു ചോയ്സ്, അല്ലെങ്കിൽ വേറെ കളർ ബീഡ്സ് കൊടുക്കാം. എന്താണ് ഇഷ്ടം നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റാം. ഞാനിപ്പോൾ സെൻറ്ററിൽ റെയിൻബോയുടെ ഡയമണ്ട് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു. ഞാനിത് ഒന്നല്ല കുറച്ചധികം ചെയ്തു കേട്ടോ, കാരണം എന്നാലേ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം അതിനെ കട്ട് ചെയ്തെടുത്തു. നോക്കിയേ, അതിനുശേഷം ഞാൻ ഹെയർ ബാൻഡ് ചെയ്യാൻ ആവശ്യമായ പേൾസ് 0.4 വയർ എടുത്തു. അതിലേക്ക് കംപ്ലീറ്റ് കോർത്തു. ഞാൻ എപ്പോഴും കംപ്ലീറ്റ് കോർത്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ മെറ്റാലിക് ബോയ് എടുത്തു. മെറ്റാലിക് ബോയിൽ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് ടൈ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. നന്നായിട്ട് ടൈ ചെയ്യുക. എന്നിട്ട് ഞാൻ 2 പേൾ വെച്ചിട്ടാണ് അത് കോർത്തത്. 2 പേൾ വെച്ചിട്ട് ഓരോ സൈഡും ഓരോ പ്രാവശ്യവും 2 പേൾ എടുക്കുക. അതിനുശേഷം ടൈ ചെയ്യുക. വീണ്ടും 2 പേൾ. നമുക്കിപ്പോൾ ഒറ്റ പേൾ, കുറച്ചുകൂടെ വലിയ സൈസാണെങ്കിൽ നമുക്ക് ഒറ്റ പേൾ മതിയാവും. എനിക്ക് 2 പേൾ വേണമെന്നുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ 2 പേൾ വെച്ച് പകുതി വരെ ഏകദേശം ഞാനതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പകുതി വരെ അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തോളണം, അല്ലെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യും ഇരുന്നിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നന്നായിട്ട് പകുതി വരെ, ഏതാണ്ട് പകുതി വരെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം പകുതി വരെ ചെയ്ത് നോക്കിയേ. ഇനി അതിനുശേഷം ആ പകുതി വരെ ചെയ്തിട്ട് 2-3 പ്രാവശ്യം അവിടെ ഒന്ന് ഞാൻ ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഫ്ലവർ, ആ അടുത്ത സൈഡ് കംപ്ലീറ്റ് ഞാൻ ഫ്ലവർ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഗ്ലൂ ഗൺ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യരുത്. ഗ്ലൂ ഗൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലവർ വയ്ക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടിഭാഗത്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഗ്ലൂ ഗൺ നല്ല മെൽറ്റായിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേര് എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ 20 വാട്ട്സിൻ്റെ ഗ്ലൂ ഗൺ മേടിച്ചിട്ട് അത് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നത്, അത് മെൽറ്റായി വരുന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 80-യുടെ ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് മെൽറ്റായി വരും. 20യുടെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പറയുക, ആർട്ടിന് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് 60-80 ഒക്കെയാണ് നല്ലത്. അതിൻ്റെ മുകളിലോട്ടുള്ളത് നല്ലതാണ്. എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന 80യുടെ ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫെൽറ്റ് ഷീറ്റ് ആയതുകൊണ്ടാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചത്, കാരണം അപ്പോൾ പെട്ടെന്ന് നല്ല പേസ്റ്റ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കൈ വയ്ക്കരുത്, പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ അങ്ങനെ പറ്റി, അതുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡ് ഈ ഹെയർ ബോ ചെയ്യുമ്പോൾ നമ്മൾ 2 സൈഡും ഈക്വലാണോ എന്ന് നോക്കിയിട്ട് വേണം അത് ഫിനിഷ് ചെയ്യാനായിട്ട്. 2 സൈഡും ഒരുപോലെ നിൽക്കണം. അപ്പോൾ ഞാൻ ഏകദേശം അതങ്ങ് ഫിനിഷ് ചെയ്തു പെട്ടെന്ന്. പിന്നെ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, നമുക്ക് ആ ഫ്ലവർ ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും ചെയ്യാം. ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ. അതിനുശേഷം ബാലൻസ് ഉണ്ടായിരുന്ന വയറും ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ആ സെൻറ്ററിലുണ്ടായിരുന്ന അത് നമ്മളവിടെ 2-3 പ്രാവശ്യം ഞാൻ ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കറക്റ്റ് നിന്ന് ജസ്റ്റ് ഇതങ്ങ് പിള്ളേരുടെ ഹെഡിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് ഗ്ലൂ ഗണ്ണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് അങ്ങ് ഇരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.